3 വർഷത്തെ യുദ്ധത്തിനിടയിലെ റഷ്യക്കെതിരായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് യുക്രൈൻ നടത്തിയത്. പക്ഷേ പതിവ് പോലെ വെള്ളത്തിൽ വരച്ച വരയായിട്ടാണ് അതും മാറിയത്. റഷ്യൻ വ്യോമ പ്രതിരോധം ഒറ്റ രാത്രി കൊണ്ട് 10 റഷ്യൻ പ്രദേശങ്ങളിലായിട്ട് 337 യുക്രൈനിയൻ ഡ്രോണുകളെയാണ് തറ പറ്റിച്ചത്. സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള യുക്രൈൻ അമേരിക്കൻ നേതാക്കളുടെ പ്രധാന ചർച്ചകൾ സൗദി അറേബ്യയിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുകൂടി ഓർക്കണം. ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആക്രമണത്തെക്കുറിച്ച് യുക്രൈനിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതിർത്തിയിലെ കനത്ത സുരക്ഷയുള്ള കുർസിക് മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത്. അവിടെ നിന്നും 126 ഡ്രോണുകളാണ് റഷ്യ വീഴ്ത്തിയെടുത്തത്. തലസ്ഥാനത്ത് നിന്നും ചുറ്റുമുള്ള ഭരണമേഖലയായ മോസ്കോ മേഖലയിൽ 91 UAVകൾ കൂടി വെടിവെച്ചിട്ടിരുന്നു. മോസ്കോ മേയർ സെർജി സോബിനിയാനൻ നഗരത്തിലേക്ക് എത്തുന്നതിന് മുന്നേ 74 ഡ്രോണുകൾ വീഴ്ത്തിയതായിട്ടും അറിയിച്ചു. മോസ്കോ മേഖല ഗവർണർ ആൻഡ്രി വെബ്രോബിയും 3 മുനിസിപ്പാലിറ്റികളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ടും ചെയ്തു. അതിൽ ഡെസ്കോവിൽ നിന്നും ഒരു മരണം ഉൾപ്പെട്ടിരുന്നു. ഇതുവരെ യുക്രൈൻ നടത്തിയതിലെ ഏറ്റവും വലിയ റെയ്ഡുകളിൽ ഒന്നായിരുന്നു ഇത്. എന്നിരുന്നാലും അതിന്റെ വ്യാപ്തി യുക്രൈൻ പ്രതീക്ഷിച്ച അത്രയ്ക്കങ്ങ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കുറഞ്ഞ ചെലവിലുള്ള ദീർഘദൂര കാമിക്കസൈ ഡ്രോണുകൾ റഷ്യൻ പ്രദേശത്തിന്റെ ഉള്ളിൽ ആക്രമണം നടത്താൻ ഫലപ്രദമാണ് എന്നായിരുന്നു യുക്രൈൻ ധരിച്ചിരുന്നത്. യുദ്ധകളത്തിലെ തിരിച്ചടികൾ കാരണം യുക്രൈൻ സർക്കാർ തീവ്രവാദ തന്ത്രങ്ങളാണ് ഇപ്പോൾ അവലംബിക്കുന്നത് എന്നും സംഭവത്തിൽ റഷ്യ ഇപ്പോൾ ആരോപിക്കുകയാണ്. ഏറ്റവും പുതിയ ആക്രമണത്തെ തീവ്രവാദമായി കണക്കാക്കുന്നത് കൊണ്ട് തന്നെ റഷ്യൻ അന്വേഷണ സമിതി പറയുകയും ചെയ്തു. യുക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി അടുത്തിടെ യുക്രൈനിൽ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ റഷ്യയുടെ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് പകരമായി ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുവാൻ ആഹ്വാനം ചെയ്തിരുന്നു. യുക്രൈന്റെ ആയുധ ഉൽപാദനത്തെയും സൈനിക ലോജിസ്റ്റിക്സിനെയും തളർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾ എന്ന് റഷ്യ പറഞ്ഞിരുന്നു. യുക്രൈൻ തങ്ങളുടെ സേനയെ പുനഃസംഘടിപ്പിക്കാനും ശത്രുത തുടരുവാനും ഏത് താൽക്കാലിക വിരാമവും ഉപയോഗിക്കുമെന്നും റഷ്യ ആരോപിച്ചു. അതേസമയം ഫെബ്രുവരി 28-ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വൈറ്റ് ഹൌസ് സന്ദർശന വേളയിൽ ഉണ്ടായ വാദപ്രതിവാദത്തിന് ശേഷമുള്ള പുതിയ നയതന്ത്ര നീക്കമാണ് സൗദി അറേബ്യയിലെ ചർച്ചകൾക്ക് പ്രതിഫലിപ്പിക്കുന്നത്. ഒരു വെടിനിർത്തൽ നിർദ്ദേശമെന്നും ഇത് സുരക്ഷിതമായ ഷിപ്പിംഗ്, യുക്രൈനിലെ സാധാരണക്കാരെ ബാധിച്ച ദീർഘദൂര മിസൈൽ ആക്രമണങ്ങൾ, തടവുകാരെ മോചിപ്പിക്കൽ എന്നിവ ഉറപ്പാക്കുമെന്നും യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു.